Meet the editors. കേസിൽ കുടുക്കാനോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ അങ്ങനെ കേസ് കോടതിയിലെത്തിയിട്ടുണ്ട്. വിചാരണ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കുറ്റപത്രത്തിനോടൊപ്പം തന്നെ CMRൽ നിന്ന് റെയ്ഡ് ചെയ്ത് SFIO കണ്ടെത്തിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരുൾപ്പെട്ട ഡയറിയും കൈമാറിയിരിക്കുകയാണ്. ഇന്ന് CPM രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നു. എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയുന്നു, അഴിമതി നിരോധന നിയമപ്രകാരം നിൽക്കാത്തൊരു കേസിൽ SFIO വഴി മറ്റൊരു വരവ് രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ്. കേസിൽ കുരുക്കാനോ എന്നാണ് ചോദ്യം. കേസിൽ രണ്ട് കുരുക്കുകളുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒന്നാമത്തത് അതിനകത്തൊരു കുരുക്കുണ്ട്, രണ്ടാമത് അതിനകത്തൊരു രാഷ്ട്രീയ കുരുക്കുമുണ്ട്. അല്ല, ആദ്യത്തത് നിയമപ്രശ്നമാണല്ലോ. ഇപ്പോൾ എന്താണ് ഈ കേസ്? ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അതിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് സുതാര്യമല്ല എന്ന് കണ്ടെത്തുന്നിടത്തുനിന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ വിവാദം രൂപപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്? CMRൽ 1,72,00,000 രൂപ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് യാതൊരു സേവനവും നൽകാതെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ പറയുന്നത്. അതുകൂടാതെ അവർ കണ്ടെത്തിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കൾക്ക് വലിയ രീതിയിൽ പണവും നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കണ്ടെത്തലുകൾ നടക്കുന്നു. അതിനകത്ത് ഒന്നാമത്തെ കണ്ടെത്തലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത്. അതിനകത്ത് വീണ തൈക്കണ്ടിയെ പ്രതിയാക്കിക്കൊണ്ട് SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ഇതൊരു നിയമപ്രശ്നമാണ്. ഇപ്പോൾ CPM ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇത് രണ്ട് സ്ഥാപനങ്ങൾക്കിടയിലുള്ള ഒരു പണമിടപാടാണ്. അപ്പോൾ അക്കാര്യത്തിനകത്ത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, ഒരു സംശയവും വേണ്ട. ഈ നിയമപ്രശ്നത്തെ നേരിടാൻ വീണ തൈക്കണ്ടിക്ക് നിശ്ചയമായും ഉത്തരവാദിത്വമുണ്ടല്ലോ. കാരണം വീണയുമായി ബന്ധപ്പെട്ടൊരു കേസാണല്ലോ ഇത്. ഈ കേസിനകത്ത് CPMൻ്റെ നേതാക്കൾക്കാർക്കും പോയി കോടതിയിൽ ഹാജരാകാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇതിനെ നിയമപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ വീണയ്ക്ക് തന്നെയാണ് അതിനകത്ത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ കേസിനകത്ത് രണ്ട് ചോദ്യങ്ങളല്ലേ ഉള്ളൂ. ഒന്ന്, 2.72 കോടിയാണല്ലോ ഇപ്പോൾ പുതുതായിട്ട് SFIOയുടെ കണ്ടെത്തലെന്ന് പറയുന്നത്. ആ 2.72 കോടി രൂപ വീണ തൈക്കണ്ടിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ 1.72 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ GST അടച്ചതിൻ്റെ അടക്കം രേഖകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? എന്ത് സർവീസാണ് കൊടുത്തത്? ഈ രണ്ടാമത്തെ ചോദ്യം മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത്. എന്ത് സർവീസാണ് കൊടുത്തത് എന്നുള്ള കാര്യം തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞാൽ ഈ കേസ് അവസാനിച്ചു. അപ്പോൾ ഈ കേസ് അവസാനിക്കണമെങ്കിൽ വീണ നൽകിയ സർവീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ ഈ പ്രശ്നം അവിടെ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാത്തത് കൊണ്ടായിരിക്കണം SFIOയുടെ അന്വേഷണത്തിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുണ്ട് വീണ കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അപ്പോൾ അത് തൃപ്തികരമല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കണമല്ലോ ഈ പറയുന്ന പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതൊരു നിയമപ്രശ്നമാണ്. ഞാൻ പറയുന്നത് ആ നിയമപ്രശ്നം വീണ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. വീണ കൃത്യമായ രേഖകൾ ഹാജരാക്കിയാൽ തീരുന്ന ഒരു പ്രശ്നവുമാണ്. പക്ഷേ CPM ഇതിനകത്തെടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് ശരിയായ നിലപാടാണ്. എന്താണെന്നറിയാവോ? ഈ കാര്യത്തെ രാഷ്ട്രീയമായി നേരിടും എന്ന് CPM പറയുന്നു. ഈ കാര്യത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു നിയമ കേസിനെ, ഒരു നിയമപരമായ പ്രശ്നത്തെ രാഷ്ട്രീയമായി നേരിടും എന്നല്ല പറയുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവന്ന് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ CPM രാഷ്ട്രീയമായി നേരിടേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ വീണ തൈക്കണ്ടിൽ എന്ന് പറയുന്ന ഒരു സാധാരണ വനിതയാണെങ്കിൽ ഇതൊക്കെ വിവാദമാകുമോ? ഇപ്പോൾ ഞാൻ മറുവശത്ത് നോക്കിയേ, 2.72 കോടി രൂപയാണല്ലോ യഥാർത്ഥത്തിൽ വീണയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പൈസ എന്ന് പറയുന്നത്. മൊത്തം എത്ര കോടിയുടെ കേസായി നിൽക്കുന്നത്? 197 കോടി രൂപയുടെ കേസായി നിൽക്കുന്നത്. അതിനകത്ത് 2.72 കോടി രൂപ മാത്രമാണ് വീണ കൈപ്പറ്റിയിരിക്കുന്നത്. ബാക്കി 195 കോടിയുടെ ഒരു വലിയ കേസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ കേസ് വിവാദമാകാത്ത എന്തുകൊണ്ടാണ്? അത് സെൻസേഷണലായ ഒരു വിഷയമല്ല. കാരണം എന്താ? ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കാര്യത്തിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സ്വാഭാവികം അത് വലിയ പ്രശ്നമാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രോമിനൻ്റായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലാണ്, അഥവാ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം വീണയ്ക്ക് നൽകിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ഭാഗത്തിനാണ് വെയിറ്റേജ് വരിക. അതിനൊരു പൊളിറ്റിക്കൽ വെയിറ്റേജ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ വെയിറ്റേജിൻ്റെ മൈലേജ് എടുക്കുക എന്നുള്ളതുകൂടി ഇതിനകത്തൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയമായി നേരിടും എന്ന് CPM പറയുന്നത്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താ? നമുക്കൊന്ന് തെക്കേ ഇന്ത്യ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. തെക്കേ ഇന്ത്യയിൽ കർണാടകത്തിൽ BJP വളരെ ശക്തമായൊരു പാർട്ടിയാണ് ആണല്ലോ. വളരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റ് കിട്ടിയത് BJPക്കല്ലേ കർണാടകത്തിൽ നിന്ന്. തെലങ്കാനയിൽ അവരൊരു ശക്തമായ സാന്നിധ്യമാണെന്നേ. 8 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ നിന്ന് കിട്ടിയത്. തെലങ്കാന കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലും അവർ ഉയർന്നു വരുന്നൊരു പാർട്ടിയാണ്. മാത്രമല്ല അവിടെ നല്ല അലിയെയും ഒരു സഖ്യകക്ഷി അവർക്ക് കിട്ടിയിട്ടുണ്ട്, ചന്ദ്രബാബു നായിഡു. ഇനിയിപ്പോൾ തെക്കേ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടുമാണ്. തമിഴ്നാട്ടിൽ വലിയ മൂവ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ADMK ആയിട്ട് സഖ്യമുണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അണ്ണാമലയുടെ പണിതെറിക്കാൻ പോവുകയാണ്. ADMKയുമായിട്ട് സഖ്യമുണ്ടാക്കി അവിടെ ഒരു പ്രതിപക്ഷ പ്രതിരോധം ഉയർത്താനായിട്ട് ആദ്യഘട്ടത്തിൽ BJP ശ്രമിക്കും. അത് കഴിഞ്ഞാൽ
ADMK മുക്കിക്കൊണ്ട് BJP തന്നെ അവിടെ ഒരു വലിയ പ്രതിപക്ഷമായി മാറാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. ഇവിടെ കേരളത്തിലുള്ള പ്രശ്നം എന്താ? കേരളത്തിൽ ഒരു സഖ്യകക്ഷി പോലും BJPക്ക് ഇല്ല എന്നുള്ളതാണ്. സഖ്യകക്ഷികൾ കിട്ടാനും പ്രയാസമാണ്. നോക്കൂ, ഇവിടുത്തെ പാർട്ടികളെല്ലാം രണ്ട് ചേരികളിലായിട്ട് മാറി നിൽക്കുകയാണ്. UDF-ലും LDF-ലുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവരിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് എന്താണ്? വോട്ട് ബാങ്കുകൾ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. വോട്ട് ബാങ്കുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. മുസ്ലിം വോട്ട് ബാങ്ക് കിട്ടില്ലല്ലോ BJPക്ക് കേരളത്തിൽ. പിന്നെ കിട്ടാവുന്ന വോട്ട് ബാങ്ക് എന്താണ്? ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അല്ലേ? അതിൻ്റെ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ വൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്ര തന്ത്രപരമായ നീക്കങ്ങളാണ് ഏതാനും വർഷങ്ങളായിട്ട് BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ഇന്ന് നമ്മൾ കാണുന്നത് മുനമ്പം വിഷയം കത്തിച്ചു നിർത്തി ആ സമരപ്പന്തലിൽ പോയി 50 പേർക്ക് കൊടുത്തിരിക്കുകയാണ് അംഗത്വം അല്ലേ? BJPയിൽ അംഗത്വം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് മുനമ്പം വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ രക്ഷകരായി മാറുകയാണ് BJP. ഇന്നിപ്പോൾ കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി നേർച്ച നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വഖഫ് ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് പിന്നെ കേരളത്തിലെ സഭകളെ UDF-നോടും LDF-നോടും നിർദ്ദേശിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കാസ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ രീതിയിലൊരു വോട്ട് ബാങ്ക് ക്യാപ്ചറിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഘട്ടം ഏതാണ്ട് 3/4 ഭാഗത്തോളം സക്സസ്ഫുൾ ആയിട്ട് BJP പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിജയവും അവർക്കുണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ അവർ ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തത് എങ്ങനെയാണ്? ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ആർജിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ വോട്ട് ബാങ്കിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമത്തെ വോട്ട് ബാങ്ക് എന്താ? മുസ്ലിങ്ങൾ എന്തായാലും ഇല്ല. പിന്നുള്ള ഏതാ വോട്ട് ബാങ്ക്? ഹിന്ദു വോട്ട് ബാങ്കാണ്. ആ ഹിന്ദു വോട്ട് ബാങ്ക് ആരുടെ കയ്യിലാണ്? അത് CPM-ൻ്റെ കയ്യിലാണ് കേരളത്തിൽ. ആ വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആണോ ഇപ്പോൾ? അല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ നമ്മൾ കണ്ടത്? ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഒരു വിലയിരുത്തൽ പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് BDJS വഴി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? CPM-നെ ഇല്ലാതാക്കണം. CPM-നെ പിടിച്ചുലയ്ക്കണം. അങ്ങനെ പിടിച്ചുലയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? CPM-ൻ്റെ വിശ്വാസ്യത തകർക്കണം. CPM-ൻ്റെ വിശ്വാസ്യത തകർത്താലേ BJPക്ക് ഇവിടെ വളരാൻ കഴിയും. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ത്രിപുര ഒരു നല്ല ഉദാഹരണമാണെന്നേ. ത്രിപുരയിൽ 2013 തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു വോട്ട് പെർസെൻറ്റേജ് BJPയുടേത്? 2018 BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? ത്രിപുരയിൽ 1.5%, 1.5% വോട്ട്. 2018 BJP അധികാരം പിടിച്ചു. എത്ര വോട്ട് പെർസെൻറ്റേജ് ആണെന്നറിയോ? 42%. 42% വോട്ട്. 5 തവണയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് CPM ത്രിപുരയിലെ. ആ ത്രിപുരയിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. 5 തവണയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടൊരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ടാകുന്നു. അതിൻ്റെ സ്വാഭാവിക ഗുണഭോക്താക്കൾ ആരാകണമെന്നേ? അവിടെ കോൺഗ്രസ് അല്ലേ ആകുന്നത്? കോൺഗ്രസ് ആയില്ലല്ലോ, BJP അല്ലേ ആയത്. 2018 ഒറ്റയടിക്ക് 1.5% നിന്ന് 43% വളർന്നുകൊണ്ട് ഒറ്റയടിക്ക് CPM-നെ അവിടെ ഇല്ലാതാക്കി അധികാരത്തിൽ വന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസിൻ്റെ വോട്ട് അവിടുന്ന് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, CPM-ൻ്റെ വോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തകർത്തത് CPM-നെയാണ് വളരാൻ വേണ്ടിയിട്ട്. ആ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നമ്മൾ കണ്ടതാണ് സക്സസ്ഫുൾ ആയിട്ട് 2018 ത്രിപുരയിൽ നടപ്പാക്കുന്നത്. ഇവിടെയും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് SFIയുടെ ഈ അന്വേഷണം വരുന്നത്. ഞാൻ പറയുന്ന ആ കേസായിട്ട് തന്നെ നടക്കട്ടെ. ആ കേസിനകത്ത് വീണയുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. ആ തെളിയിക്കുന്നത് വഴി വീണയ്ക്ക് നിരപരാധിയാകാൻ കഴിഞ്ഞാലും ഈ പ്രോസസ്സ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ സംശയങ്ങളില്ലേ ആളുകൾക്കിടയിൽ? നോക്കൂ, ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടല്ലോ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ല പിന്നെ മുഖ്യമന്ത്രിക്ക് അവിടെ തുടരാമെന്ന്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണല്ലോ കേരളത്തിലെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. യാതൊരു തരത്തിലുള്ള ഫേവറും CMR-ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയോ ഈ മന്ത്രിസഭയോ നൽകിയിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം ഇതാ വീണ്ടും SFIO ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് വഴി വലിയ സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ CPM-നെ അടിക്കണമെങ്കിൽ ആദ്യം ആരെ അടിക്കണം? CM-നെ അടിക്കണം. CM-നെ അടിക്കണമെങ്കിൽ എന്താ? CM-നെതിരായിട്ട് ആരോപണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പിന്നെ പിണറായി വിജയൻ നേരിട്ടിട്ടില്ല. K-ഫോൺ അഴിമതി അടക്കമുള്ള എത്ര അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്? ഏറ്റിട്ടില്ല. അതിൻ്റെ കാര്യം എന്നറിയോ? രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉയർത്തുമെന്നും അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമെന്നും ഒക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതൊക്കെ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു അഴിമതി പ്രശ്നം വന്നാലോ ആ അഴിമതി പ്രശ്നം തീയാകും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ മകളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് വന്നാൽ അത് വലിയ ധാർമ്മിക പ്രശ്നമാണ്. അത് വലിയ ഇഷ്യൂ ആണ്. അത് കേരളത്തിൽ മാത്രം സവിശേഷതയല്ല. എവിടെയും പല സർക്കാരുകളും വീണ്ടും ഇത്തരം ആരോപണങ്ങൾ കുടുംബങ്ങൾക്ക് നേരെ ഉയർന്നിട്ടുള്ളപ്പോൾ അത്തരത്തിൽ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ CPM-നെ ഇല്ലാതാക്കാൻ കഴിയൂ. അഥവാ CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളത് വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. വീണയെ അവിടെ ഒരു കരുവാക്കുമ്പോൾ പോലും ലക്ഷ്യമെന്താണ്? കേരളത്തിൽ CPM-നെ ഇല്ലാതാക്കിക്കൊണ്ട് BJPക്ക് അതിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അഥവാ CPM-ൻ്റെ കയ്യിലിരിക്കുന്ന വോട്ട് ബാങ്കുകളെ കൂടി പിടിച്ചെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബാങ്കിനെ പിടിച്ചെടുത്തുകൊണ്ട് അത് CPM-ൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കിക്കൊണ്ടും CPM എന്ന് പറയുന്ന സംഘടനയെ ഇല്ലാതാക്കിക്കൊണ്ടും മാത്രമേ മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. ഒരു തർക്കവും വേണ്ട. അതിനെയാണ് MV ഗോവിന്ദൻ പറയുന്നത് രാഷ്ട്രീയമായി നേരിടുന്നത്. ഞാൻ ആ രാഷ്ട്രീയ പ്രോജക്റ്റിനെ സംശയിക്കുന്നയാളാണ്. ഈ SFIOയുടെ കേസ് നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു ചെറിയ കേസായി കാണണ്ട. അത് കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രാഷ്ട്രീയ തന്ത്രമാണ് BJPയുടെ. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പുകളാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് പിടിക്കാനുള്ള നീക്കം, അതേപോലെ തന്നെ ഇപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് പിടിക്കാനുള്ള നീക്കം. അതിനായി ടാർഗറ്റ് ചെയ്യുന്നത് CPM-നെയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ നമ്മൾ ഇതിനകത്ത് കാണാതെ പോകരുത്. ആ
ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ കോൺഗ്രസും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഈ പറയുന്ന ഈ SFIOയുടെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ തൈക്കണ്ടിലിനെ ആ കേസ് നടക്കട്ടെ, ആ കേസിനകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ കേസ് നടക്കട്ടെ, അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് വീണ തെളിയിക്കട്ടെ, വീണയുടെ നിഷ്കളങ്കത്വം, വീണയുടെ നിരപരാധിത്വം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയെ മനസ്സിലാക്കുന്നതിൽ ഇവിടെ ആളുകൾ പരാജയപ്പെടരുത്. ദർ ഇസ് എ സീരിയസ് പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിയമക്കുരുക്ക് മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ കുടുക്ക് കൂടി BJP കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഞാൻ ഈ SFIO അന്വേഷണത്തെ ഇപ്പോൾ രാഷ്ട്രീയമായി കാണുന്നത്. സ്മൃതി, ഉറപ്പായിട്ടും ഇത് കുരുക്കാണ്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്ന, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ എതിരാളി കൂടിയാകണ്ട, രാഷ്ട്രീയം പറയുന്നവരായാൽ മതി എന്നുള്ളതാണ്. രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ എടുത്തോടുകൂടി ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡ് നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അതിലപ്പുറം ഇതിലൊരു കേസുണ്ട് എന്നൊരു വിഷയം കൂടിയുണ്ട്. കാരണം ഇത് പിണറായി വിജയൻ്റെ മകളെ കൊടുക്കുക അല്ലെങ്കിൽ പിണറായി വിജയനെ കൊടുക്കുക എന്ന രൂപത്തിൽ കേന്ദ്ര ഏജൻസി നേരെ വന്ന ഒരു കേസല്ല ഇത് ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്താൻ CMRL കമ്പനി നടത്തിയ വെട്ടിപ്പ് ഇൻകം ടാക്സ് കണ്ടെത്തുകയും അങ്ങനെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ ആ കേസ് വരികയും അതിന്മേലൊരു തീർപ്പുണ്ടാകുകയും ചെയ്ത കേസാണ്. അതിലെ ഒരു ഭാഗത്തെ കൃത്യമായ വിശദീകരണം, അതിലൊരു എന്താ പറയുക, പ്രോമിനൻ്റായ വ്യക്തിയുടെ മകൾ ആണ് ഇതിൽ ഭാഗമായിരിക്കുന്നതെന്നും ആ വാചകങ്ങൾ തന്നെയുണ്ടല്ലോ. അവർ ചെയ്ത സേവനം എന്താണെന്ന് വ്യക്തമാകുന്നില്ല എന്ന് CMRL പ്രതിനിധി തന്നെ പറഞ്ഞു, മൊഴി നൽകി എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. കാരണം ഈ 135 കോടിയുടെ തിരിമറി, ആ പണം അടച്ച്, ഇൻകം ടാക്സ് അടച്ച് ആ കേസ് തീർപ്പാക്കി. പക്ഷേ അതിന്മേൽ മറ്റൊരു പരാതി വരികയാണ്. ഇതിൽ മറ്റൊരു പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഷോൺ ജോർജാണ് പരാതി കൊടുക്കുന്നത്. ഷോൺ ജോർജ് ഇതിലൊരു പൊതുകാര്യ പ്രസക്തിയില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് പറയുമ്പോൾ ഷോൺ ജോർജ് അതിന് പറയുന്നൊരു മറുപടി, ഷോണിന് അതിൽ ഷെയറുണ്ട്, CMRL ഷെയറുണ്ട്, അതൊരു കാര്യമായി വരുന്നു. മറ്റൊന്ന്, പൊതുജനങ്ങൾക്കല്ലാതെ തന്നെ കേസ് കൊടുക്കാം. കാരണം അതിൽ KSIDCക്ക് 13% ഓഹരിയുണ്ട്, സർക്കാരിന് തന്നെ ഓഹരിയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ജനങ്ങൾക്കത് ചോദ്യം ചെയ്യാം എന്ന രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ പൊതുകാര്യ പ്രസക്തിയുള്ള വിഷയമാണ് ഇത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് എന്ന് CPM ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടി അതിൽ കാര്യമുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പുറത്ത് എത്രത്തോളം വിശദീകരണം വരുന്നു, ആരിൽ നിന്നൊക്കെ വരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. പാർട്ടി ഈ കാര്യത്തിൽ രാഷ്ട്രീയ വേട്ട എന്ന പ്രതികരണം തുടക്കം മുതൽ നടക്കുന്നു. രാഷ്ട്രീയ വേട്ടയുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൽ സുതാര്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ആരാണ് വിശദീകരിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ, മുഖ്യമന്ത്രിയുടെ മകൾ വഴി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയം വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം സ്വാഭാവികമായും ജനങ്ങൾക്ക് നൽകണ്ടേ? ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി അതിലൊരു തുറന്ന പ്രതികരണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു തുറന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം കേട്ടിട്ടില്ല. പകരം ആരൊക്കെയാണ് പ്രതികരിക്കുന്നത്? പാർട്ടിയിലെ മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നു, MV ഗോവിന്ദൻ ആവർത്തിച്ചു പ്രതികരിക്കുന്നു. ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ വ്യത്യസ്ത സ്വരമായി മുഹമ്മദ് സലീമിന്റെ പ്രതികരണം വരുന്നുണ്ട്. കാരണം കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. പാർട്ടി പിന്നീട് വിസ്തീരിക്കുമ്പോൾ നമ്മുടെ ചർച്ചയിലെ പ്രതിനിധിയൊക്കെ പറയുന്നു, സ്വാഭാവികമായിട്ടും വീണയ്ക്കെതിരെയാണ് കേസ്, വീണയാണ് നേരിടേണ്ടത്. ശരി, ആ നേരിടുമ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? ഇത് ഈ പറയുന്ന മഴവിൽ സഖ്യത്തിൻ്റെ ഒരു തട്ടിപ്പാണെന്നും മഴവിൽ സഖ്യമാണ് ഇതിന് പിന്നിൽ നിന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയമായ പ്രതികരണമാണ്. അതിലപ്പുറം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് പോകണം. എന്താണ് ആ സേവനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുന്നു. എന്തായിരുന്നു ആ സേവനം എന്ന് വിശദമാക്കാൻ ഇതുവരെ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വീണ തൈക്കണ്ടി ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. വീണ പറയണോ എന്ന് ചോദിച്ചാൽ വീണയ്ക്ക് ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ല, ജനങ്ങളോട് പറയേണ്ട എന്ന് കരുതാം. പക്ഷേ വീണയുടെ പിതാവാരാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം അവിടെ വരും. ഇനി അടുത്ത ചോദ്യമായി വരുന്നത് 95 കോടി അന്വേഷിക്കാതെ ഈ 2.7 കോടിയിലേക്ക് എന്തിനാണ് വരുന്നത് എന്ന ചോദ്യമാണ്. SFIO എന്നുള്ളത് കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പനികൾ തമ്മിലുള്ള കേസ് പരിഗണിക്കുന്ന സംവിധാനമാണ്. അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കോഴ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭാവന, അതിനെ കോഴ എന്ന് തന്നെ വിളിക്കാം. കാരണം ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാണല്ലോ ഈ ചുരുക്കപ്പേരിൽ ഡയറിയിൽ എഴുതി വെച്ചത്. അതിലെല്ലാ പാർട്ടിയിലെ ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കാൻ കൊടുത്ത കോഴ, ആ കോഴയുമായി ബന്ധപ്പെട്ട വേറെ അന്വേഷണം നടക്കട്ടേന്നേ, അന്വേഷണം വരേണ്ടതുണ്ട്. ഇത് കൃത്യമായ രേഖകളുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ്റെ രേഖകളുള്ള കേസാണ്. അത് പരിശോധിച്ച ശേഷമാണ് 1.5 വർഷമെടുത്തിട്ടാണ് SFIO ഇതിന്മേലൊരു കുറ്റപത്രം തയ്യാറാക്കി ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത് നിയമപരമായി വീണ
തൈക്കണ്ടി അത് നേരിടും. വീണ തൈക്കണ്ടി അത് നേരിടുമ്പോൾ വീണ അത് നേരിട്ടോട്ടെ എന്ന നിലപാട് പാർട്ടി എടുക്കുകയോ അതോ പാർട്ടി ഇക്കാര്യത്തിൽ ഇത് രാഷ്ട്രീയ വേട്ട എന്ന രൂപത്തിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇതിൽ കൂടി വിസ്തീർണം നൽകിയാൽ മതി. കാരണം കോടിയുടെ മകനുമായി ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസ് വന്ന ഘട്ടത്തിൽ അന്ന് ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസാണ്. അന്ന് കോടിയേരി വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. കോടിയേരി വാർത്താസമ്മേളനത്തിൽ പറയുന്നു, മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടിയുടെ വാക്കിതാണ്, ബിനീഷ് കോടിയേരി പബ്ലിക് സർവൻ്റ് അല്ല, വ്യക്തിപരമായ ആരോപണം അന്വേഷിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ശിക്ഷയും കിട്ടട്ടെ, പാർട്ടി എന്ന നിലയ്ക്ക് ഇടപെടില്ല. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, അന്വേഷണം അതിൻ്റെ വഴിയിൽ നടക്കട്ടെ. അന്ന് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് അവർ നേരിട്ടെ, അതിൽ ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് തന്നെയാണ് അന്ന് വിവിധ നേതാക്കളുടെ പ്രതികരണം ആരാഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. അതേപോലെ ഈ വിഷയവും വീണ തൈക്കണ്ടി നേരിട്ടെ എന്ന തീരുമാനത്തിലേക്ക് എടുക്കാതെ എന്തിനാണ് രാഷ്ട്രീയ വേട്ട എന്നതിൽ മറ്റ് നേതാക്കൾ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ ഇത് കൂടി വിശദീകരിക്കേണ്ടി വരും. അതിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ സുതാര്യമായി അതിലൊരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ജനവും കൂടെ നിൽക്കുമെന്നേ. ഈ രാഷ്ട്രീയ വേട്ട നടക്കുകയാണെങ്കിൽ അതിൽ ജനം നിൽക്കും. ഈ സേവനം എന്താണ് എന്ന് വ്യക്തമാക്കിയാൽ മതി. ആ സേവനം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ടാണ് അതിപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി അതിൽ സമൻസ് അയക്കാൻ പോകുന്നു. ഈ പറഞ്ഞതുപോലെ ബാക്കി ചുരുക്കപ്പേരുകളൊക്കെ PV ആയാലും OC ആയാലും RC ആയാലും അവരിലേക്കൊക്കെ വരുമല്ലോ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരിലേക്കും ഒക്കെ പോട്ടെ. ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട അന്വേഷണം വരെങ്കിൽ വരട്ടെ, അതിന് രേഖകളുണ്ടെങ്കിൽ കൊടുക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് രേഖയുള്ള കമ്പനികൾ തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു കമ്പനി എന്ന് പറയുന്നത് വീണയുടെ കമ്പനിയാണ്. അതിൽ വീണ മാത്രമാണ് ആ കമ്പനിയുടെ അധികാരി, മറ്റാരുമില്ല. അതിൽ കൊടുത്ത സേവനം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ കോഴ കൊടുക്കുന്ന ശീലമുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത് ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പരാതിക്കാരൻ്റെ രാഷ്ട്രീയവും പ്രധാനം തന്നെയാണ്. അദ്ദേഹം ഷോൺ ജോർജ് ആദ്യം കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം ജനപക്ഷത്തായിരുന്നു. ഇന്ന് അദ്ദേഹം BJPയുടെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ വളർന്നിരിക്കുന്നു. അദ്ദേഹം പക്ഷേ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ ഈ പാർട്ടിയിൽ ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞത്, ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ്, ഈ കേസിൽ ഒരു തരത്തിലും തടസ്സമുണ്ടാക്കരുത് എന്ന് ഉറപ്പു വാങ്ങിയിട്ടാണ് ആ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദമായി വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് മുറുക്കിയും അയച്ചും കൊണ്ടുപോകുന്ന കേസാണോ, അതോ ഇത് രാഷ്ട്രീയമായി ഈ പറഞ്ഞ വലിയ അജണ്ട, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ വലിയ അജണ്ട BJPക്കുണ്ട്. അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ന് മുനമ്പത്തും വന്നിട്ടുണ്ട്. മുനമ്പത്ത് കുറച്ചു കാലമായി അവർ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ കാണാവുന്ന ഒരു കാര്യമായിട്ടാണോ ഇതിനെ കാണേണ്ടത് എന്നുകൂടി കാലം തെളിയിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്, കേസിൽ കുടുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്യന്തം അപഹാസ്യമായ ഒരു അസംബന്ധ നാടകത്തിൻ്റെ തിരക്കഥയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഞാനിത് ഈ പൊസിഷൻ എടുക്കാനുള്ള കാരണം 4-5 ഫാക്ട്സ് ഞാൻ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പൊസിഷൻ എടുക്കുന്നത്. SFIO എന്നുള്ളത് EDക്ക് ശേഷം, ഇൻകം ടാക്സിനു ശേഷം, NIAക്ക് ശേഷം, CBIക്ക് ശേഷം വിവിധ കേന്ദ്ര ഏജൻസികൾ, സാധ്യമായ എല്ലാ കേന്ദ്ര ഏജൻസികളും എത്തി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൂന്തി വിളയാടിയത് നമ്മൾ കണ്ടതാണ്. എല്ലാ ഏജൻസികളും എത്തി. എല്ലാ ഏജൻസികളും എന്ന് പറയുന്നത് ചെറിയ ഏജൻസികളല്ല, എല്ലാം കേന്ദ്ര ഏജൻസികളാണ്. ഏജൻസികൾ വിളയാടി പോകുന്നതല്ല നമ്മൾ കാണുന്നത്. എവിടേക്ക് കയറി പിടിക്കുന്നത്? ലൈഫ് മിഷന് കയറി പിടിച്ചു. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങിയതാ. ഒടുവിൽ ആ കേസ് എവിടെ എത്തി? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ്? എണ്ണം വിട്ട് നമുക്ക് പറയാം. എത്തിയില്ലേ CBI, എത്തിയില്ലേ ED, എത്തിയില്ലേ ഇൻകം ടാക്സും EDയും കസ്റ്റംസ് എത്തിയില്ലേ? നോക്കൂ, ഇനി ഏത് ഏജൻസി എന്ന് നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മാധ്യമ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ വളരെ ഗൗരവമേറിയ SFIO ഒരു ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടതായിട്ടൊരു വാർത്ത എൻ്റെ അറിവിലുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകർ ആരും തന്നെ കാര്യമായി കേൾക്കാത്ത ഒരു വലിയ രാഷ്ട്രീയ സാധ്യത SFIOയുടെ അന്വേഷണത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ആ തല ചെറിയ തലയല്ല. നോക്കൂ, EDയെ എങ്ങനെയാണ് രാഷ്ട്രീയമായ വേട്ടയ്ക്ക് ഉപയോഗിച്ചത്? സ്വതന്ത്ര ഇന്ത്യ കണ്ടതല്ലേ നമ്മൾ? CBI മാത്രമായിരുന്നല്ലോ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടിലടച്ച തത്തയെന്ന് പറയുകയും പിന്നീട് CBI രാഷ്ട്രീയ വേട്ടയാടൽ ഉപയോഗിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പോലീസായിരുന്നു, പിന്നീടത് CBI ആയി, പിന്നീടത് സാവധാനം ED ആയി, പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഇൻകം ടാക്സ് ആയി. ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകൾ വളരെ
ധാരാളം നടക്കുന്ന കേസുകളുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾക്ക് പേര് അറിയാവുന്നതും അറിയാത്തതുമായ കേന്ദ്ര ഏജൻസികൾ വന്ന് സ്വാഭാവികമായും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എന്താ ഏറ്റവും ഒടുവിൽ SFIO വരുന്നത്? SFIOയ്ക്ക് മുമ്പ് ROCയുടെ ഒരു വരവുണ്ടായിരുന്നല്ലോ. ROC അല്ലേ ഈ കേസിൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ലേ ഈ കേസിൽ ആദ്യമായി 210 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ആ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പല്ലേ 212 പ്രകാരം ROC പോരാ എന്ന് പറയുന്നത് SFIO പോരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ എന്ന് പറയുന്നത്, സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാവിധ കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടും കൊടുക്കാതിരിക്കുകയും കൊടുക്കുന്തോറും കുരു കഴിഞ്ഞു പോവുകയും ഒടുവിലത് സ്വയം തിരിച്ചടിയാകുമെന്ന ഒരു ഘട്ടം എത്തുകയും ആ സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനാവാതെ നടുക്കടലിൽ പെട്ടുപോയ അന്വേഷണ ഏജൻസികൾ കൈകാലിട്ടടിച്ച് അതിലെ സ്വപ്ന സുരേഷിനെ ഒടുവിൽ BJPയുടെ പോഷക സംഘടനയിലേക്ക് ചേർത്ത് മുഖം രക്ഷിച്ചുകൊണ്ട് പോയി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടതെല്ലാം കേവലം രാഷ്ട്രീയ പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് സെലക്റ്റീവ് ലീക്കേജിലൂടെ, EDയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച സെലക്റ്റീവ് ലീക്കേജിലൂടെ വാർത്താ തലക്കെട്ടുകൾ ആഘോഷിച്ച ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകമായിരുന്നു സ്വർണ്ണക്കടത്തെന്ന് ഇന്ന് കേരളത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. ഒരു കൊച്ചുകുട്ടി പോലും ഇന്ന് സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ, സ്വർണ്ണക്കടത്തെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഈ അസംബന്ധ നാടകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ അസംബന്ധ നാടകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. സ്വർണ്ണക്കടത്തിനു ശേഷം നടക്കുന്ന രാഷ്ട്രീയ അസംബന്ധ നാടകത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം? നോക്കൂ, SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി, എനിക്ക് സ്മൃതിയോടുള്ള വിയോജിപ്പ് അവിടെയാണ്. SFIO എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് അന്വേഷിക്കാൻ കഴിയുക? ഒരു കമ്പനിയുടെ, ഞാനിത് ഇന്നലെ വളരെ വിശദമായി തന്നെ നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിച്ചതാണ്. SFIO എന്ന് പറയുന്ന ഏജൻസിക്ക് 447 212 പ്രകാരമാണ് അന്വേഷിക്കുന്നതെങ്കിലും 447 പ്രകാരം ഒരു കമ്പനിക്കെതിരെ കേസ് എടുക്കുമ്പോൾ അതിലൊരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടന്നിരിക്കണം എന്നുള്ളതാണല്ലോ. ഞാൻ ഈ കേസിൽ SFIO കേസ് എടുക്കുമ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ള കാര്യം പുറം ലോകം അറിയണ്ടേ? അതല്ലേ യഥാർത്ഥത്തിലുള്ള ഫാക്ട്? എന്താണ് ഡൽഹി ഹൈക്കോടതിയിൽ CMRL കൊടുത്തിരിക്കുന്ന ഹർജി? ഈ SFIOയുടെ അന്വേഷണം ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ്. ആകെ ഈ SFIOയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടാണ്. ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തുടർ പ്രോസിക്യൂഷൻ സാധ്യമാണോ എന്നതാണ് ചോദ്യം. തുടർ പ്രോസിക്യൂഷൻ നിയമപരമായി സാധ്യമല്ല എന്നതാണ് CMRL ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സിൻ്റെ 245 സെക്ഷൻ 1 പ്രകാരം ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ട് തുടർ പ്രോസിക്യൂഷൻ സാധ്യമല്ല. പക്ഷേ അവിടെ എന്താ SFIO മറുപടി പറഞ്ഞത്? കോടതി എന്താണ് ആ വിഷയത്തിൽ ഒരു സ്റ്റേ അനുവദിക്കാഞ്ഞത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അനുമതി കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചു കൊള്ളാൻ. അത് സാങ്കേതികമായിട്ടുള്ള അനുമതി മാത്രമാണ്, നിയമപരമായിട്ടുള്ള അനുമതിയല്ല. ഇതാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ കേൾക്കാൻ പോകുന്ന വാദം. അതായത് ഈ അന്വേഷണത്തിന് ഇപ്പോൾ നിയമസാധുത പൂർണ്ണമായും ഹൈക്കോടതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ, ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറിപ്പോയി. വിധി പറയാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സ്ഥലം മാറ്റം. അങ്ങനെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ഈ ചന്ദ്രധാരി സിംഗ് മാറിപ്പോകുമ്പോൾ പകരം വരുന്ന ഗിരീഷ് കത്പാലി എന്ന് പറയുന്ന ജഡ്ജിയുടെ ബെഞ്ചിലാണ് ഈ കേസ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ കേൾക്കാൻ പോകുന്നത്, കേട്ടു തുടങ്ങിയിട്ടില്ല പുതിയ ജഡ്ജി. ജൂലൈ മാസത്തിലാണ് CMRLൻ്റെ ഈ തടസ്സ ഹർജി കേൾക്കാൻ പോകുന്നത്. ഇൻറ്ററിം സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലൊരു എതിർ റിമാർക്ക് വരുന്നതിന് മുൻപ് ഈ SFIO ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ഈ FIR രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച് വാർത്താ തലക്കെട്ടുണ്ടാക്കണം. ഇനി ഡൽഹി ഹൈക്കോടതിയുടെ വിധി തിരിച്ചാണെങ്കിൽ ഈ SFIO ഇപ്പോൾ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് നിൽക്കുമോ? അതായത് SFIOയുടെ അന്വേഷണത്തിൻ്റെ കുറ്റപത്രം എക്കണോമിക് വിങ്സിൽ എക്കണോമിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്ത കോടതിയിൽ കൊടുക്കുമ്പോൾ ഗിരീഷ് കത്പാലിയുടെ വിധി ഓഗസ്റ്റിൽ വരുന്നു എന്ന് കരുതുക. ഇത് അന്വേഷിക്കാൻ കഴിയില്ല, SFIOയുടെ അന്വേഷണം അസാധുവാണെന്ന് പറഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിന് കാത്തു നിൽക്കാതെ SFIO തിടുക്കപ്പെട്ടൊരു കുറ്റപത്രം ഇൻറ്ററിം സ്റ്റേ കിട്ടിയതിന്റെ മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തത്? എന്തുകൊണ്ടാണ് CMRL പോയോ? കർണാടകയിൽ വീണ പോയി. അതാണ് പ്രശ്നം. പറയട്ടെ, ഇവിടെ CMRL പോയത് എവിടെയാ? CMRL എവിടെയാണ്? ഡൽഹി പോയി. ആ കേസ് തീർന്നോ? അല്ല, തീർന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഈ സമയത്തൊക്കെ SFIO ഒരു അന്വേഷണം ഏറ്റെടുത്ത് SFIO അന്വേഷണമായി മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന വീണയിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കുറ്റപത്രം അവിടെയാണ് പ്രശ്നം. ഈ കേസുമായി ബന്ധപ്പെട്ട് SFIOക്ക് ഈ കേസ് തന്നെ അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി CMRL എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി. ആ കമ്പനിയിലാണല്ലോ ഫ്രോഡ് നടന്നിരിക്കുന്നത്. ആ കമ്പനിക്കെതിരെയാണല്ലോ അന്വേഷണം. ആ കമ്പനിയിലെ ശശിധരൻ കർത്തയുടെ ബന്ധുക്കൾക്കെതിരെയാണല്ലോ ബാക്കി എല്ലാ കേസുകളും. ശശിധരൻ കർത്തയുടെ ബന്ധുവല്ലാതെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏക വ്യക്തി വീണ തൈക്കണ്ടിയാണ്. അതുകൊണ്ട് അതിന് രണ്ടാം ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി
ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു കംപ്ലൈൻറ്റ് എക്കണോമിക് ഒഫൻസ് കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ SFIO കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തിടുക്കമുണ്ട് അതിൽ 1.5 വർഷം തിടുക്കമാണോ? ആ തിടുക്കമാണ്. ഡൽഹി ഹൈക്കോടതി എന്തിനാ ഒന്നര വർഷം വെയിറ്റ് ചെയ്തത്? ഡൽഹി ഈ പറയുന്ന ഹൈക്കോടതിയുടെ ക്ലിയറൻസ് കിട്ടണം. അവിടെ എന്താ ഈ ജഡ്ജ് സ്ഥലം മാറിപ്പോയി പുതിയ ജഡ്ജി വന്ന് വിധി പറയുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് കൊടുക്കണം. ഇനി 1 വർഷമേ ഉള്ളൂ നിയമസഭയിലേക്ക്. ഒറ്റ കാര്യം, ഇതിപ്പം ഞാനൊരു രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. BJPയുടെ ഒരു നേതാവാണ് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കേസാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ SFIOയുടെ അലിബി എന്തായിരിക്കും എന്നറിയാവോ? ഈ റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കാനുള്ള അലിബി ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. ആ കേസിന് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുക. നിങ്ങൾ ഇവർ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഇത് സ്പെഷ്യൽ കംപ്ലൈന്റ് ആയിട്ടാണ് കൊടുക്കുക. ഇത് ഈവൻ കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് എക്കണോമിക് ഓഫീസ് കൈകാര്യം ചെയ്ത കോടതിയിൽ. ഇനി ആ വിചാരണ കോടതിയാണ് അത് പരിഗണിക്കേണ്ടത്. പക്ഷെ ഇതിന് പുറത്ത് ഇനി SFIOക്ക് എന്തൊക്കെ ചെയ്യാം? ഡൽഹി ഹൈക്കോടതി അന്തിമ വിധി വരുന്നതിന് മുമ്പ് വീണയ്ക്ക് സമൻസ് അയക്കാം. വാർത്താ തലക്കെട്ടാണല്ലോ. വീണ വിജയന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കുരുക്ക്, സമൻസ് അയക്കുന്നു. ആര്? ഈ SFIO. അറസ്റ്റ് ചെയ്യാമല്ലോ വേണമെങ്കിൽ. SFIOയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം, മണിക്കൂറുകളോളം ടോർച്ചർ ചെയ്യാം. ജാമ്യം കിട്ടാത്ത അവസ്ഥയ്ക്ക് കേട്ടോ, അത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ജാമ്യം കിട്ടാത്ത കാര്യമൊന്നും ഇതിനകത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ കോടതി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ പ്രശ്നമുണ്ട്. SFIOയുടെ എല്ലാ കൈകാര്യങ്ങളും കഴിഞ്ഞു. അതെ, ഇനിയുള്ളത് എന്താ? സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടെ കയ്യിലാണ് എത്തിസാനം. ഇനി ലീഗലായി ഫൈറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല 447 ഒക്കെ ചെയ്യണമായിരുന്നു, മുൻപ് ചെയ്യണമായിരുന്നു. അല്ല, ഇനി രണ്ടാമത്തെ ഒരു ഭാഗം നോക്കൂ. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ പറയുന്ന വാർത്താ തലക്കെട്ട് സൃഷ്ടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അസംബന്ധ നാടകം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസിൽ എന്താ പ്രധാനപ്പെട്ട വാദം? അഴിമതിയല്ലല്ലോ വാദം, കൈക്കൂലി കൊടുത്തു എന്നുള്ളതല്ലല്ലോ വാദം, ഫ്രോഡുലൻറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, എക്കണോമിക് ഫ്രോഡുലൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, സാമ്പത്തിക വഞ്ചന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥത്തിൽ സാധാരണക്കാരനോട് നമ്മൾക്ക് ഇത് വിശദീകരിക്കാൻ പറ്റൂ? സാധാരണക്കാരൻ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ കാണുക. സ്മൃതി പറഞ്ഞതല്ല SFIOയുടെ വാദം. എന്താ സ്മൃതി പറഞ്ഞ വാദം? എന്ത് സർവീസ് നിങ്ങൾ കൊടുത്തു എന്നതല്ല SFIOയുടെ കൺസേൺ. ആ കൺസേൺ ഉണ്ടായിരുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ്. അതാണ് IT ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്, നിങ്ങൾ വീണ വിജയന് കൊടുത്തിരിക്കുന്ന പണം നിങ്ങളുടെ ടാക്സ് റിബേറ്റിൽ കാണിക്കാൻ കഴിയില്ല. എത്രയായിരുന്നു? 73 കോടി രൂപ കുറച്ച് കാണിച്ചു എന്നുള്ളതായിരുന്നു ITയുടെ കേസ്. ആ കേസിലാണ് IT സെറ്റിൽമെൻറ്റ് ബോർഡിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ 73 കോടിയിലാണ് 1.72 കോടി ഉൾപ്പെട്ടിരുന്നത്. അത് താൻ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് വീണ വിജയൻ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഇൻഫോർമലായി പറയുകയും പിന്നീട് അത് അവർ തിരുത്തുകയും ചെയ്തു. ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ആ തിരുത്തൽ വന്നില്ല. ആ തിരുത്തൽ കൊടുത്തി അതേ ഉദ്യോഗസ്ഥർ തിരുത്തി എഴുതി കൊടുത്ത ഒപ്പിട്ട് കൊടുത്ത കടലാസ് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ് പരിഗണിച്ചില്ല. പകരം അവരെന്ത് പരിഗണിച്ചു? അവരാദ്യം ഓറലി പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചു, അത് എഴുതി ഒപ്പിട്ടതല്ല. അതിന് കീറക്കടലാസിൻ്റെ വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ ഇന്നലെ ശുക്ല കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അത് ഹവാല കേസിൽ തെളിഞ്ഞതാണ്. അതുതന്നെയാണ് ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിൻ്റെ പേരെഴുതിക്കൊണ്ട് ഒരു കീറക്കടലാസ് വന്നാൽ, ഒരു ഡയറി പേപ്പർ വന്നാൽ, അത് ആധികാരികമായി രേഖയില്ലെങ്കിൽ, ഓഡിറ്റ് ബുക്കിൽ ഇല്ലെങ്കിൽ, അക്കൗണ്ട്സ് ബുക്കിൽ ഇല്ലെങ്കിൽ അത് തെളിവായി ശേഖരിക്കാൻ കഴിയില്ല. അതാണ് ശുക്ല കേസിൽ പറഞ്ഞ വിധി. ആ വിധിയാണ് ഇവിടെയും ബാധകം. അവിടെ അതെങ്ങനെയാണ് IT സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് കൊണ്ടുവരാൻ കഴിയുക? ഒരു കടലാസിൻ്റെ വിലയില്ലാത്ത ലൂസ് ഷീറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് SFIOക്ക് കേസുമായി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. സംശയം, ഈ കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ലല്ലോ. സ്റ്റേ ആവശ്യപ്പെട്ടത് വീണയാണ്, സ്റ്റേ കൊടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയില്ല? അതാണ് വരുന്നത്. CMRL കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയം നിൽക്കുകയാണ്. ആ വിഷയം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി സുപ്രീം കോടതിയിൽ പോകാൻ കഴിയൂ. കാര്യം എന്താ? ഇതിനകത്ത് നേരിട്ട് എക്സാലോജിക്ക് ഒരു കക്ഷിയല്ല. കാരണം എന്താ? എക്സാലോജിക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാക്കി എന്നല്ല കേസ്. എക്സാലോജിക്കിനെ ഉപയോഗിച്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ വിഷയം മനസ്സിലാക്കുന്നതിൽ ഒരു പ്രശ്നം. എക്സാലോജിക്കിനെ ഉപയോഗിച്ച് CMRLലെ MD ആയ ശശിധരൻ കർത്ത ബോർഡിന് നഷ്ടമുണ്ടാക്കി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാ കേസ്. എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്, ശശിധരൻ കർത്ത സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് ഈ ബോർഡിനെ പറ്റിച്ച്, ഈ കമ്പനിയെ പറ്റിച്ച്, ഷോൺ ജോർജിനെ പറ്റിച്ചാണ്. അതിനുവേണ്ടി ആരെ മറയാക്കി ഉപയോഗിച്ചു? ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും നിപുണയെ ഉപയോഗിച്ചതുപോലെ, മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചതുപോലെ എക്സാലോജിക്കിനെയും ഉപയോഗിച്ചു എന്നുള്ളതാണ്. സ്മൃതി, ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ ശശിധരൻ കർത്തയ്ക്ക് വേണ്ടിയിട്ട് പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1,72,00,000 രൂപ ആദായ നികുതിയുടെ വകുപ്പിൽ ടാക്സ് കൊടുത്ത്, GST കൊടുത്ത്, ഈ പറയുന്ന പ്രൊഫഷണൽ ടാക്സ് കൊടുത്ത്, ഈ
വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ലോകത്തിൽ നിന്ന് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? അല്ല, സേവനം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇത്ര അല്ല, അവിടെയാണ് പ്രശ്നം. സംശയം? അത് സ്മൃതിയുടെ ആവശ്യമാണ്, അതെന്താണ് SFI യുടെ ആവശ്യമല്ല. ഇല്ല, സാധാരണ SFI യുടെ ആവശ്യമല്ല. ജനങ്ങളുടെ നിലയ്ക്ക് സാധാരണ അല്ല, ജനങ്ങൾക്ക് അറിയാൻ അധികാരമുണ്ടെന്നേ. ജനങ്ങൾ ചോദിക്കുന്നില്ല. എന്താണ് ആ സേവനം ജനങ്ങളുടെ എന്ന് ശബ്ദമാണ് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം. അതാണ് ജനങ്ങളെ നിങ്ങൾ എങ്ങനെയാ ധരിപ്പിക്കുന്നത് എന്നുള്ളതാ പ്രശ്നം. ഇതെന്താ അഴിമതിയും സാമ്പത്തിക വഞ്ചനയും കൂട്ടിക്കെട്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംശയം? അതുകൊണ്ടാണ് സ്മൃതി ചോദിക്കുമ്പോൾ എനിക്കിതിനെ എതിർക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്താ? ഈ ശശിധരൻ കർത്ത ഈ വീണാ വിജയനെ ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആർക്ക് നഷ്ടം അല്ല, ഉണ്ടാക്കി? സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നുള്ള ചോദ്യമല്ല. SFIയുടെ കേസ് 447 മെമ്മോ ചാർജ് എടുത്ത് നോക്ക്. ജനം ചോദിക്കുന്ന ജനം വിട്. ഏത് ജനം? ഏത് ജനം? ഞാൻ അടങ്ങുന്ന ജനം. എനിക്ക് എന്റെ ചോദ്യം തിരിച്ചാ. SFIയുടെ വാദം എന്താ? ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. എന്റെ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ചോദിക്കൂ. അല്ല, വീണ വിജയന് എന്ത് സേവനത്തിനാണ് പണം കൊടുത്തത്? അതൊന്ന് വ്യക്തമാക്കിയാൽ മതി. ശരി. ഇത് ആരാണ് ചോദ്യം? അല്ല, ഒരു നിമിഷം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറയുന്ന മാസപ്പടി കൊടുത്തുകൊണ്ട് എന്ത് സ്വാധീനമാണ് മുഖ്യമന്ത്രിയിൽ ചെലുത്താൻ ഈ CMRൽ ശ്രമിച്ചത് എന്ന് ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ പോരെ? മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ, ഗിരീഷ് ബാബു കൊടുത്ത കേസിൽ ഹൈക്കോടതിയുടെ വിധിയുടെ പേജ് എടുത്ത് വായിച്ചു. മന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെട്ടതിന്റെ ഒന്നും ഒരു തെളിവില്ല. ഹൈക്കോടതി പറയുന്നു. അല്ലല്ല, നിങ്ങൾക്ക് കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറയുന്ന ആ ഒരു ഉത്തരവ് മാത്രം ഉത്തരവ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവല്ല. കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ. അന്വേഷണം മുന്നോട്ട് പോകണം. അതിൽ കൈക്കൂലി ഉണ്ടെന്ന് പറഞ്ഞോ? അഴിമതി ഉണ്ടെന്ന് പറഞ്ഞോ? അന്വേഷണം മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഏതാണ് സംശയം? സ്മൃതിക്കത് ബോധ്യമായില്ലെന്ന് നടിക്കുന്ന എന്തിനാ? എനിക്ക് അങ്ങനെ ബോധ്യമായിട്ട് നടിക്കണമെന്നില്ല. എനിക്ക് ബോധ്യമായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ രാഷ്ട്രീയ വേട്ട നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. രാഷ്ട്രീയ വേട്ട അവിടെ ഒരു നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ആയിരുന്നു. എനിക്ക് ഒറ്റ കാര്യം അറിയണ്ടു. മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കണം. മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി ഒരു മിനിറ്റ്. നിയമപ്രകാരം പബ്ലിക് സർവന്റിനെ ഇത് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. നിങ്ങളുടെ പേരിൽ ഞാനൊരു വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞു ആ കേസ് നിങ്ങൾ പോകുന്നു. ആര് പോകുന്നു? നിങ്ങൾ തന്നെ പോകുന്നു. ആ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഹൈക്കോടതി പറയുന്നു ഇതിൽ സംശയാസ്പദമായി ഒന്നുമില്ലെന്ന് മാത്രവുമല്ല, ഇതേപോലുള്ള കടലാസുമായി എടുത്തു വരുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ അന്തസ്സിനെ ബാധിക്കുമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വിധിയാ. ആ ജഡ്ജിയുടെ വാക്കുകൾക്ക് സ്മൃതിക്ക് ഒരു വിലയില്ലേ? അല്ല, ഒരൊറ്റ മിനിറ്റ്. ഞാൻ രാഷ്ട്രീയമായ ധാർമ്മികതയാണ് ഞാൻ പറയുന്നത്. ധാർമ്മികമായി ഇത് വിശദീകരിക്കണം. കാരണം മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റിയ നേതാക്കളുടെ ഏതെങ്കിലും ബന്ധുക്കൾ, അപ്പുറത്തുപ്പുറത്തുള്ള ബന്ധുക്കൾ ഏതെങ്കിലും അഴിമതിയിൽ പെട്ടു കഴിഞ്ഞാൽ ആ മന്ത്രി തന്നെ രാജിവെക്കണമെന്ന് പറയുന്ന പാർട്ടി ഇവിടെ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. രാജിവെക്കണം മുഖ്യമന്ത്രി. ഒന്നാം UPA സർക്കാർ കാലത്ത് റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന്റെ അനന്തരവൻ വിജയ് സിംഗ് റെയിൽവേ ബോർഡിന്റെ അംഗത്തിൽ നിന്നും 90 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി. കാലത്ത് റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിന്റെ അനന്തരവൻ വിജയ് സിംഗ് റെയിൽവേ ബോർഡിന്റെ അംഗത്തിൽ നിന്നും 90 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് പുറത്തു വന്നപ്പോൾ ഇതിൽ രാജി ആവശ്യപ്പെട്ടു CPM. റെയിൽവേ ബോർഡ് എന്താ സ്ഥാപനം? സ്വകാര്യ സ്ഥാപനം. പവൻകുമാറിന്റെ അനന്തരവന്റെ സ്വകാര്യ സ്ഥാപനം. എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഏത് നിക്ഷേപവും നടത്താൻ ശേഷിയുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്ഥാപനം. സ്വകാര്യ സ്ഥാപനം ആരുമായിട്ടാണ് കരാർ CMRL എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുമായി. CMRL പ്രൈവറ്റ് എന്ന് പറയാൻ നിൽക്കട്ടെ, അതിൽ സർക്കാരിന് ഷെയർ ഇല്ലേ? അത് പ്രൈവറ്റ് അല്ലേ? അയാളുടെ MD 87% കിടക്കുന്ന ആളുടെ ഷെയറില 13% KSIDC ഉള്ളൂ. ഒരു നിമിഷം 13% KSIDC ഉള്ളൂ. താല്പര്യമില്ല എന്ന് താങ്കൾ എത്ര ശ്രദ്ധിച്ചിട്ടില്ല? റെയിൽവേ ബോർഡ് എന്ന് പറയുന്ന പൊതുമേഖല സ്ഥാപനത്തെ നിങ്ങൾ എക്സാലോജിക് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും? ഇപ്പോൾ റെയിൽവേ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് വേറെ മറ്റൊരു സ്വയം നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല. റെയിൽവേ ബോർഡ് സ്മൃതി കൊണ്ടുവന്ന തെളിവാണ് ഈ പറയുന്ന റെയിൽവേ ബോർഡ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അല്ല അടയ്ക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ CPM പറയുന്ന പോയിന്റ്സ്
പോയിന്റ്സ് ഒന്നുമില്ല. ഞാൻ എന്റെ പോയിന്റ്സ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പറയുന്നത് കോൺഗ്രസിന്റെ പോയിന്റ്, കോൺഗ്രസ് പോലും പറയാത്ത പോയിന്റ്സ്, കോൺഗ്രസിന് പോലും പറയാത്ത പോയിന്റ്സ്. സ്മൃതി, കം ടു ദ പോയിന്റ്. സ്മൃതി അലിഗേഷൻ എന്താ? അല്ല, എന്റെ ചോദ്യം നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല, ഞാൻ കേട്ടു. ഞാൻ വഴങ്ങിയതിനെ ബഹളം വെച്ച് തിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബഹളം വെച്ച് തിരിച്ചു കഴിയില്ല. ഇനി എന്റെ ചോദ്യം സ്മൃതി ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ. 1, റെയിൽവേ ബോർഡിനെ എക്സാലോജിക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ ബോർഡിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിരിക്കണം. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRL എന്ന് പറയുന്ന കമ്പനിയുമായി നടത്തിയ ഉഭയകക്ഷിയുടെ കരാറിൽ ഏതെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. പക്ഷേ വിഷയം എന്താ? എക്സാലോജിക്ക് ലാഭം ഉണ്ടാക്കി എന്നുള്ളതല്ല, CMRL ഉണ്ടാക്കിയ ലാഭം, അഥവാ CMRLന്റെ മറ്റ് ബോർഡ് അംഗങ്ങൾക്കുണ്ടായ നഷ്ടം എക്സാലോജിക്ക് വഴി ഉണ്ടാക്കിയോ എന്നതാണ് കേസ്. അതാണ് വിചിത്രമായ കേസ്. ആ കേസിനെ സ്മൃതി എങ്ങനെയാണ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്? എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയ പണം എന്തു സർവീസ് കൊടുത്തിട്ടാണ്? അങ്ങനെ ഒരു ആക്ഷേപം SFIക്ക് ഇല്ല. SFIയുടെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ പറയുന്ന ലോൺ അടക്കം വാങ്ങിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ പേയ്മെന്റ് എന്ന നിലയിൽ IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് സാമ്പത്തിക വഞ്ചനയാണ്. ആര് വഞ്ചിച്ചു? ശശിധരൻ കർത്ത വഞ്ചിച്ചു. ആരെ വഞ്ചിച്ചു? ശശിധരൻ കർത്തയുടെ ബോർഡ് അംഗങ്ങളെയും ഷെയർ ഹോൾഡേഴ്സിനെയും വഞ്ചിച്ചു. ഈ പറയുന്ന വീണ വിജയന് പൈസ കൊടുക്കുന്നത് വഴി അതുവഴി ഒരു നേട്ടം ശശിധരൻ കർത്ത ഉണ്ടാക്കി. അതെന്ത് നേട്ടമാണെന്ന് ഒന്ന് സ്മൃതി പറഞ്ഞതാ? ഈ പറയുന്ന കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം കൊടുത്ത കേസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഹൈക്കോടതി ഉത്തരവിൽ എവിടെയെങ്കിലും ഉണ്ടോ? 1 ഇഞ്ച്, 1 സെന്റ്, 1 മണ്ണ്, 1 ഗ്രാം ഈ പറയുന്ന കരിമണൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാൻ LDF അനുവാദം കൊടുത്തതിൻ്റെ ഒരു കടലാസ് കാണിക്ക്. ആകെ കൊടുത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. 2004 അതിനുശേഷം VS അച്യുതാനന്ദനാണ് ആ സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദ് ചെയ്തത്. അതിനുശേഷമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കളക്ടർമാർ പലതവണ ഈ ലാൻഡ് സീലിംഗ് അടക്കമുള്ള കാര്യത്തിൽ, ഈ ഖനനത്തിൻ്റെ കാര്യത്തിലടക്കം സ്വകാര്യ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴും കൊടുക്കണ്ട എന്ന നിലപാടെടുത്തത്. ഒടുവിലൊരു ദേശീയ ഓർഡർ വരുമ്പോഴാണ്, ദേശീയ നിയമം വരുമ്പോഴാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ എല്ലാ കരിമണലുകളും സ്വകാര്യ കമ്പനിക്ക് പോകുന്നത്. അതിനു മുമ്പ് ആ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. 1 രൂപ വാങ്ങിയിട്ടില്ല, ഒരു മണൽ പോയിട്ടില്ല. ആ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ 2004 മറവിൽ കഴിഞ്ഞ 5 വർഷമായി അവിടെ മണൽ വാരുകയാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. വിശദീകരിക്കാണ്. ആരാണ് ഈ തോട്ടപ്പള്ളിയിൽ മണൽ വാരാനുള്ള അംഗീകൃത കമ്പനികൾ? ആരൊക്കെയാണ്? 1, KMML, കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. രണ്ടാമത്തത് ആരാ? IREL, കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. സ്മൃതി മനസ്സിലാക്കേണ്ടത്, KMML നിന്ന് ഈ CMRL കരിമണൽ വാങ്ങുന്നുണ്ടോ? KMML-ഉം CMRL-ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ല. പകരം ആരൊക്കെ തമ്മിലാണ് ബന്ധം? KMML IREL-ന് കൊടുക്കുന്നു, IREL അവിടെ നിന്ന് ഇൽമിനേറ്റ് വേർതിരിച്ച് CMRL-ന് കൊടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് പണം കൊടുത്തതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ പൊതുമേഖലാ സ്ഥാപനം CMRL-ന് എങ്ങനെയാണ് കരിമണൽ കൊടുക്കുക? എങ്ങനെ ഇൽമിനേറ്റ് കൊടുക്കുക? ഈ വാദമല്ലേ പൊളിയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പൊളിക്കുന്നതിന് മുമ്പ് ഇതിനെ 2 കോടി അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വിഷയം അഴിമതിയേ അല്ല എന്നുള്ളതാണ് ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. അതെന്തിനാണ് നിങ്ങളുടെ മകന്റെ ഒരു കേസിൽ മുഖ്യമന്ത്രി പോയി വിശദീകരണം നൽകുന്നത്? എന്തിനാ? മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വഴിവിട്ട നീക്കം നടത്തിയെന്ന് സ്മൃതി പറഞ്ഞാൽ ആ നിമിഷം ഞാൻ പറയും, ഈ മുഖ്യമന്ത്രി പറയണം ഏത് നീക്കം പറയൂ. 1 സെന്റ്, 1 ഗ്രാം കൊടുത്ത കഥ പറയൂ. 1 രൂപയ്ക്ക് അനധികൃതമായിട്ട് വഴിവിട്ട നീക്കം നടത്തിയ ഒരു എക്സാമ്പിൾ പറയൂ. ഈ ആലപ്പുഴ കളക്ടറുടെ ഉത്തരവ് അംഗീകരിച്ചോ? ലാൻഡ് സീലിംഗിന്റെ ഉത്തരവ് അംഗീകരിച്ചോ? ഉത്തരവ് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. CMRL കൊടുത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട അപേക്ഷകൾ, 3ലും നെഗറ്റീവായ തീരുമാനം. കരിമണൽ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. അനുമതി കൊടുത്ത പാർട്ടി കോൺഗ്രസ് ആണ്. അത് AK ആന്റണി സർക്കാർ കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോഴാണ്. അത് 10 ദിവസത്തേക്ക് കൊടുത്തു. 10,000 കോടിയിലധികം ടൺ കണക്കിന് അവിടെ നിന്ന് കരിമണൽ കടത്തിക്കൊണ്ടുപോയി. ഇതൊന്നും സംഭവിച്ചിട്ടില്ല CPM-ന്റെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകുന്നത് ഇതൊരു പുകമറ സൃഷ്ടിക്കലാണ്. അതിന് ഞാൻ പറയുന്നത് സ്മൃതി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അതിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതിൻ്റെ കാരണം, ഇത് ഒരു സാമ്പത്തിക വഞ്ചന എന്ന പേരിൽ കൊണ്ടുവരുന്ന ഈ കേസ് അഴിമതിയുടെ കേസായി ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശം. അതിൻ്റെ പേരിലാണ് സ്മൃതി ഈ ചോദിക്കുന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നത് കൊണ്ടാണ്. എന്ത് സേവനം ചെയ്തു? അത് ആ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. നിങ്ങൾ ടാക്സ് അടച്ച് 26A പ്രകാരം നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ കാണിച്ചു. റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. റിപ്പോർട്ട് അവഗണിച്ചു IT റിപ്പോർട്ട്. എഴുതി കൊടുത്ത ഈ ഫിനാൻസ് ഓഫീസറുടെ റിപ്പോർട്ട് അവഗണിച്ചു IT ബോർഡ്.
ആ സെറ്റിൽമെന്റ് ബോർഡ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് പറയാം. ഇനി അപ്പോൾ ചുരുക്കത്തിൽ സേവന നികുതിയും ഇൻകം ടാക്സും അടച്ച് കരാർ ഒപ്പിട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു അഴിമതിയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് ഒരാൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അത് ഒരു അസംബന്ധമായിട്ടുള്ള വാദമാണ്. ആ വാദവും നിലനിൽക്കില്ല. മൂന്നാമത്തെ കാര്യം, 3 വിജിലൻസ് കോടതികളും തള്ളി, ഡൽഹി ഹൈക്കോടതിയും തള്ളി, കേരളത്തിലെ ഹൈക്കോടതിയും തള്ളിയ വിഷയമാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായ നേട്ടം CMRന് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനം വഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കരിമണൽ ഖനനാനുമതി നൽകിയിട്ടില്ല. ലാൻഡ് സീലിംഗിൻ്റെ പരിധി അത് ഉയർത്തണമെന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് അത് അംഗീകരിച്ചിട്ടില്ല. KMML KSCDCക്കും CMRനുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും KMMLന് CMRലുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ 197.70 കോടി എന്ന് പറയുന്ന കണക്കുമായി വന്ന് അതിൽ 195 കോടിയിൽ 73 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്ന ഈ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 20ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കളുടെ പേര് വിവരങ്ങളുണ്ടല്ലോ, ആ പേര് വിവരങ്ങളിൽ ഒന്നും സ്പർശിക്കാതെ ഇങ്ങനെയൊരു കേസ് വളരെ പെട്ടെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പ് SFIO നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് നേരത്തെ സ്വർണ്ണക്കടത്തിൽ നടന്നതുപോലെ അതിൻ്റെ 2ാമത്തെ അധ്യായം നടത്തണം. അതുവഴി ക്രെഡിബിലിറ്റി ഷേക്ക് ചെയ്യണം. അതുവഴി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കണം. അതുവഴി ഇടതുപക്ഷ സർക്കാരിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണെന്ന സംശയത്തിൽ അധികമൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഈ SFIOയുമായി ബന്ധപ്പെട്ട വിഷയം എന്തോ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല എന്നുള്ളത് കോടതി അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം വരുന്ന അന്വേഷണത്തിന്റെ രാഷ്ട്രീയം നേരത്തെ വിശദീകരിച്ചതുമാണ്. ആൻഡ്രൂ, അരുണെ, കഴിഞ്ഞ 8 വർഷം 9 വർഷമായിട്ട് പിണറായി വിജയനെതിരെ കച്ചിത്തുരുമ്പ് പോലും കിട്ടാതെ കേന്ദ്ര സർക്കാർ അലഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു സാധനം എന്താ പറയുക? SFIO സ്മൃതി മേഡം പറഞ്ഞതിൽ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയി പറഞ്ഞത്? SFIOയുടെ അന്വേഷണം സമാന്തരമായി നടക്കുകയാണ്. ROCൻ്റെ അന്വേഷണം നടക്കുന്നു, അതിൻ്റെ കൂടെ സമാന്തരമായ അന്വേഷണം നടക്കുന്നു. അത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് വീണ വിജയൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞാൽ എന്താണെന്നറിയോ? SFIO പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞങ്ങൾ ഫ്രോഡ്ലെൻസ് ആണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ എന്തല്ല, അവിടെ അഴിമതിയല്ല അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ ആളാരാ? SFIO ആണ്. ഫ്രോഡ്ലെസ് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് കോടതി പോയി. ഞങ്ങൾ ഫ്രോഡായ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കമ്പനിയിൽ നടന്ന ഫ്രോഡ്ലെസ് കാര്യങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്ത് അതുവഴി അന്വേഷണമായി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞത്. ഇപ്പം എന്താണ് നടന്നിരിക്കുന്നത്? ഇപ്പം നടന്നിരിക്കുന്നത് ഇൻട്രൻസിറ്റി ബോർഡിൽ മുന്നിൽ വന്നിട്ടുള്ള 1.82 കോടിയും 90 ലക്ഷം രൂപ ഇവർ വായ്പയായി മേടിച്ച പണവും കൂടെ കൂട്ടി 2.72 കോടി രൂപ അനധികൃതമായി ഈ പറഞ്ഞ സംവിധാനത്തിൽ കൂടെ ഫ്രോഡായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഇതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ കമ്പനിയിൽ. ഇതിലെവിടെയാണ് സർക്കാർ നഷ്ടം പറ്റിയത്? ഇത് ഏത് ഭാഗത്താണ് ഈ സർക്കാർ നഷ്ടപ്പെട്ടത്? ഒരു സ്ഥലത്തും സർക്കാരിന് നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, ഏത് CMRലും ഈ പറഞ്ഞ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട്, ആ ഇടപാടിൽ എന്തോ സംവിധാനത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവർക്ക് പണം കൊടുത്ത് ലീഗലായിട്ടല്ലേ? ഈ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ എന്തിനാണ് SFIO വരുന്നത്? SFIO വരുന്നതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ, ഈ ഷോൺ ജോർജ് പറഞ്ഞതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഷെയർ ഹോൾഡർ ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 3% ഷെയറുള്ള ഷെയർ ഹോൾഡറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡർക്ക് SFIO അന്വേഷണം നടത്താൻ പറ്റില്ല. എങ്ങനെ SFIO അന്വേഷണം? അങ്ങനെ ഷെയർ ഹോൾഡർക്ക് പരാതി കൊടുക്കാൻ സെബിക്കേ പറ്റുള്ളൂ. സെബിക്ക് കൊണ്ട് പരാതി കൊടുക്കാം. സെബിക്ക് അതിന് അന്വേഷണം നടക്കാൻ പറ്റുള്ളൂ. SFIOക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല. SFIO എന്താണ് തന്നെ? നിങ്ങൾ എക്സാലോജിക്കിലുള്ള ഡയറക്ടർമാരോ അതുപോലെ തന്നെ CMRലുള്ള ഡയറക്ടർമാരോ ആരെങ്കിലും ഒരാൾ പരാതി കൊടുക്കണം. ആ പരാതിൻ്റെ മേലെ ഈ പറയുന്ന ഫ്രോഡ് SFIOക്ക് അന്വേഷിക്കാൻ പാടുന്നുള്ളൂ. അതെന്താണ് അനുമതി? അത് കമ്പനി കാര്യ മന്ത്രാലയം അനുമതി കൊടുക്കണം. കമ്പനി കാര്യ മന്ത്രാലയം ഈ പറഞ്ഞ ഇന്ന ആൾക്കാർ, ഈ കമ്പനിയിലെ 2 ഡയറക്ടർമാർക്ക് എതിരെ ഒരു പരാതിയുണ്ട്. അവർ ഈ കമ്പനിയിൽ, നമ്മളൊരു 4 ഡയറക്ടർമാരുണ്ടെന്ന് വെച്ചോളൂ, ഞാൻ ഒരാൾ ഈ കമ്പനിയെ പറ്റിച്ചു, ഫ്രോഡ് തരം കാണിച്ചു, അങ്ങനെ ഫ്രോഡ് തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കമ്പനിയാണ് SFIO. അല്ലാതെ ഇവർക്ക് പറഞ്ഞ പോലെ EDനെയും ഇൻകം ടാക്സിനെയും GSTനെയും വിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ സംവിധാനമല്ല SFIO. അതുകൊണ്ടാണ് SFIOക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവിടെ ശക്തമായ രീതിയിൽ നിയമ പോരാട്ടം മാത്രം നടക്കേണ്ട സ്ഥലമാണ്. അത് മാത്രമാണോ ഈ പറഞ്ഞ എൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ വരുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൻ്റെ അധികാരം എന്താണ്? ആ അധികാരം അതോടുകൂടി കഴിഞ്ഞു. ഒരു ഇൻട്രി സെറ്റിൽമെൻറ്റിന് മുന്നിൽ പോയിരുന്നു വരുന്നത് ഒരു റെയ്ഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വരുന്ന എന്താണ് അസസ്മെന്റ് നടക്കും. അസസ്മെന്റ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയും 185 കോടി രൂപയുടെ ടാക്സ് നിങ്ങൾ അടയ്ക്കണമെന്ന് ആരോട് പറയും? CMRനോട് പറയും. അപ്പോൾ CMR പറയും ഇതൊന്ന് സെറ്റിൽമെന്റ് ആക്കി ഞങ്ങൾക്ക് ഈ കേസ് തീർത്തു തരണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ പറയും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് വർഷങ്ങളായി അടയ്ക്കാനുള്ള ടാക്സുകളുണ്ട്, ഈ ടാക്സുകളെല്ലാം എനിക്ക് ഒറ്റത്തവണയായിട്ട് തീർപ്പാക്കി തരണം എന്ന് പറയും. അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള ഇൻകം ടാക്സിൻ്റെ കീഴിലുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ വർഷത്തെ അസസ്മെന്റ് ചെയ്തതിൽ ഇത്രയധികം കേസ്
ഉണ്ട്, നിങ്ങളിത് ഈ എമൗണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു സിംഗിൾ എമൗണ്ട് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് തരണം എന്ന് പറയും. അതാണ് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ്. ആ ബോർഡിന് മുന്നിൽ അവിടെ കണക്കുകളോ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങളുടെ വിഭാഗത്തെയും മറ്റ് ആൾക്കാരെയും വിളിച്ചിരുത്തിയിട്ട് ഇൻകം ടാക്സിൻ്റെ വിഭാഗം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ആ എമൗണ്ട് ചെയ്തോടെ ആ കേസ് തീർന്നു. അതുകൊണ്ടാണ് അത് അപ്പീലിന് പോകാൻ പറ്റാത്തത്. ആ ശൈലിയിലുള്ള ഒരു കേസിൻ്റെ പറഞ്ഞ ഒരു ഭാഗം എടുത്തിട്ട് SFI അന്വേഷണം പോയി. SFI അന്വേഷണം പോയി ഏറ്റവും വലിയ തെറ്റെന്താണ്? SFI അതിലൊരു ഡയറക്ടർക്ക് പരാതിയില്ല, അതിലൊക്കെ ജനങ്ങൾക്ക് പരാതിയില്ല, ആർക്കും പരാതിയില്ല. ഈ CMRL എന്ന് പറയുന്നത് ലിമിറ്റഡ് കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡറിന് പരാതിയുണ്ട്. ആ ഷെയർ ഹോൾഡർ പോകാൻ പറ്റിയ സ്ഥലം സെബിയാണ്. സെബിയുടെ കീഴിൽ അന്വേഷണത്തിന് പോവാം, അവിടെ പരാതി കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഒറ്റ കാര്യമാണ് പറഞ്ഞില്ല. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല എന്ന്. കർണാടക ഹൈക്കോടതി സ്റ്റേ കൊടുക്കാത്ത ഏക കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഫോർഡ് കേസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് SFI പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത്. ആ തിരുത്തി കൊടുക്കാൻ തയ്യാറുണ്ടോ? ഇപ്പം പറയുന്ന ഈ SFIക്ക് തിരുത്തി കൊടുത്ത് ഞങ്ങൾ അന്വേഷിക്കുന്നത് അഴിമതിയാണ്, അഴിമതി കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം SFIക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ കേസ് നിലനിൽക്കില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ഏക വ്യക്തി എന്ന് പറയുന്നത് മാത്തിക്കോഴ നടന്ന ആർക്കെതിരെ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി നടന്നു എന്ന് പറഞ്ഞു പോയ ആള് ആരാണ്? മാത്തിക്കോഴ നടല്ല. അവിടെ ചെന്നപ്പോൾ എന്താണ് ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞു ഇതിന് മേലെ അങ്ങനെ ഒരു കേസേ ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല, മുഖ്യമന്ത്രി അഴിമതി നടത്തിയില്ല, അഴിമതി നടത്തിയ തെളിവില്ല, അങ്ങനെ ഒരു രേഖകൾ പോലും ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ ആ സാധനം എടുത്ത് വെള്ളിക്കളഞ്ഞില്ലേ? ഇനി അടുത്ത കാര്യം, ഈ CMRLനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് കരിമണൽ കടത്തുന്ന കമ്പനി അല്ലാന്ന്. കഴിഞ്ഞ 2004 10 ദിവസമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 10 ദിവസം മാത്രമേ കരിമണൽ ഖനനം നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം മുഴുവൻ നടത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇലുമിനേറ്റ് വാങ്ങിയാണ്. ഇലുമിനേറ്റ് ആരാ കൊടുക്കുന്നത് അറിയോ? IREL ആണ്. IREL എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനിയാണ്. അവിടെ സംസ്ഥാന സർക്കാരിന് എന്താ റോള്? IREL എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഇലുമിനേറ്റ് വാങ്ങുന്ന CMRLന് എന്തിനാ പിണറായി വിജയന് കൈക്കൂലി കൊടുക്കേണ്ടത്? സാമാന്യ ബോധം ചിന്തിച്ചാൽ പോരെ? അങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? 95 കോടി രൂപ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കും പത്രമുതലാളിമാർക്കും കൊടുത്തില്ലേ? അതിനെതിരെ എന്താ അന്വേഷണം നടത്താത്തത്? അത് അന്വേഷിച്ചാൽ ഇവരെല്ലാം അകത്തു പോകും. അതുകൊണ്ടാണ് അവർക്കതിന് വാർത്തയില്ല. അതിന് പിണറായി വിജയന്റെ മകളുടെ പേര് കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ജന്മഭൂമി ഉണ്ടോ എന്ന് അതല്ല ഞാൻ പറഞ്ഞ ജന്മഭൂമിയുടെ കേരളത്തിലെ മാധ്യമ മുതലാളിമാരുണ്ടല്ലോ, എണ്ണി CMRLോട് വാങ്ങിയല്ലോ പണം. എന്തേ പറയാത്തത്? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എൻ്റെ മുതലാളി ഇത്ര പൈസ മേടിച്ചെന്ന് കേരളത്തിൽ ഏതെങ്കിലും മുതലാളി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന പാർട്ടി ഇവിടെ CPM മേടിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ് മേടിച്ചിട്ടുണ്ടല്ലോ, UDFിൻ്റെ ഘടകകക്ഷിയിൽ മേടിച്ചിട്ടുണ്ടല്ലോ. OC എന്ന് എഴുതിയത് ഉമ്മൻചാണ്ടിയാന്ന് ആർക്കറിയില്ലാത്തത്? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പൈസ മേടിച്ചു എന്ന്? കുഞ്ഞാലിക്കുട്ടി വന്ന് പറഞ്ഞില്ലേ? രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ പൈസ മേടിച്ചു എന്ന്? എന്തേ അന്വേഷണം ഇല്ലാത്തത്? അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഈ പണങ്ങളെല്ലാം ക്യാഷായിട്ടാണ് മേടിച്ചത്. അവിടെ കള്ളപ്പണമില്ലേ? അവിടെ എന്താ ED അന്വേഷിക്കാത്തത്? ക്യാഷായിട്ട് മേടിച്ചു എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് പറഞ്ഞിട്ട് അവിടെ ED അന്വേഷിക്കുന്നില്ല. അവിടെ അത് അന്വേഷിക്കാതെ അത് മുഴുവൻ കൂടെ എടുത്തിട്ട് ആർക്ക് കൊടുത്തു? നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താണെന്നറിയോ? ഈ നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിൽ കൊടുത്ത രേഖയുണ്ടല്ലോ, ആ രേഖ ഇന്ന് കോടതി സമർപ്പിച്ച രേഖയുണ്ടല്ലോ, ഏതാണെന്നറിയോ? ഒന്ന് ഈ ഡയറീൻ്റെ കോപ്പിയാ. ഡയറീൻ്റെ കോപ്പി എന്തിനാണ് കൊടുത്തതെന്നറിയോ? നാളെ രാവിലെ ആ രേഖ എടുത്ത് കോടതി പോകും. എന്തിന്? SFIO അന്വേഷണം നടത്തി കണ്ടെത്തിയ രേഖ ഇതാ കോടതിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 95 കോടി രൂപ ആരുടെ പൈസയാ? കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം ആര് മേടിച്ചു? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മേടിച്ചു. അത് എത്തി നിൽക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? OCയിലും RCയിലും PVയിലൊക്കെ ആയിരിക്കും. അത് എത്താൻ പോകുന്നത് കോൺഗ്രസ്സുകാരുടെ തലയിലായിരിക്കും. അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് മാത്രം നിഷ്കളങ്കരായിട്ട് പിണറായി വിജയൻ്റെ മകളെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നാളെ പിണറായി വിജയൻ്റെ മകളെയും പിടിക്കും, പിണറായി വിജയനെ പിടിക്കും. അതോടുകൂടി അവരെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് OCയിലേക്കും RCയിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കൊക്കെ ആയിരിക്കും. അപ്പം എന്താ പറയുക? അപ്പം നിങ്ങളുടെ കൂടെ ഇടതുപക്ഷം ഉണ്ടാവില്ല, പിണറായി വിജയൻ ഉണ്ടാവില്ല, ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവില്ല, രമേശ് ചെന്നിത്തല ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. CMRLനെ ഒഴിവാക്കിയിട്ട് ഒളിപ്പിച്ചിട്ട് ഈ പറയുന്ന കേന്ദ്രം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? പുതിയ ഖനനത്തിന് അനുമതി കൊടുത്തേക്കുക. എന്താണ് പുതിയ ഖനനം? കേരളത്തിൻ്റെ തീരദേശ മേഖലത്ത് മുഴുവൻ ആഴക്കടൽ ഖനനം നടത്താൻ പോവുകയാണ്. ഇന്ന് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ സ്ഥലത്ത് ഖനനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഇവിടെ ഖനനം നടത്താൻ പാടില്ല. ആദ്യത്തെ ബ്ലോക്ക് എവിടെയാണെന്നറിയോ? 100.33 ദശലക്ഷം ടൺ കരിമണല എടുക്കാൻ പോകുന്നത്. എവിടുന്ന്? കടലിൽ നിന്ന്. അതിനേക്കാളും കൂടുതൽ എന്താ? ധാതു ലവണങ്ങൾ എടുക്കാൻ പോകുന്നത്. ആരെടുക്കാൻ പോകുന്നത്? കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര കമ്പനികൾ പ്രൈവറ്റായിട്ട് കൊടുത്തേക്കുക. അങ്ങനെ കേരളത്തിൻ്റെ തീരത്ത് നിന്നും കരിമണൽ എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കമ്പനിയാണെങ്കിൽ, സർക്കാരാണെങ്കിൽ എന്തിനാ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്?
അവരെ ആവശ്യം എന്താണ്? അവിടുത്തെ CMRL ഓടിക്കുക എന്നുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പണം കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒഴിവാക്കുക. 95 കോടി, ഒന്നും രണ്ടും പൈസയല്ല, 95 കോടി രൂപയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ആര്? CMRL. അത് ചെറിയ പൈസയാണ് നിങ്ങൾ കാണുന്നുണ്ടോ? ആ പൈസ മുഴുവൻ തടയുക. ആരാണോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് അവരെ മുഴുവൻ പിടിക്കും. ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അന്വേഷണം നടക്കുന്നത്. ഏത് ഏജൻസി ഏത് രാഷ്ട്രീയക്കാരനെയാണോ ഏത് മുതലാളിമാരെയാണോ പിടിക്കുന്നത് അതിൻ്റെയൊക്കെ മുന്നിൽ ഒരു അജണ്ടയുണ്ട്. എന്താ അജണ്ട? കേരളത്തിലെ രാഷ്ട്രീയം പിടിക്കുക എന്നുള്ള അജണ്ട, കേരളത്തിലെ ഭരണം കൊണ്ടുവരിക എന്ന് പറയുന്ന അജണ്ട. ആ ശൈലിയിലേക്ക് ഈ പറയുന്ന സംവിധാനം പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിനപ്പുറം ഇത് പിണറായി വിജയനിൽ ഒതുങ്ങും, പിണറായി വിജയൻ്റെ മകനിൽ ഒതുങ്ങുന്നൊന്നും ആര് വിചാരിക്കേണ്ട. വേറൊരു കാര്യം എന്താ, മുനമ്പത്തിൽ ഇപ്പം എന്താ നടക്കുന്നത്? മുനമ്പത്തിൽ നടക്കുന്നത് എന്താ? മുനമ്പത്ത് നമ്മൾ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് 50 പേര് BJP ചേർത്തില്ലേ? ആത്മാർത്ഥയുണ്ടെങ്കിൽ ഇന്നെങ്കിലും അത് ചെയ്യായിരുന്നൂടായിരുന്നോ? ഇന്ന് അതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ വന്ന് മാലയിട്ട് സ്വീകരിച്ചില്ലേ? എന്താ മനസ്സിലാക്കാതെ പോയത്? ശൈലി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിക്കോ, ശൈലി CPM മനസ്സിലാക്കിക്കോ. ആണത്തോടു കൂടി ഇന്ന് ഇറങ്ങി സംസാരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിണ്ടല്ലോ, ഈ പെണ്ണും ചാരും മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ട് പോയി കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ കാണേണ്ടി വരും. അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ താങ്കൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ 9ാമത്തെ പേജ്, ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 9ാമത്തെ പേജിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ കയ്യിലുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി, A. ഗോവിന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഇബ്രാഹിം കുഞ്ഞ്, രമേശ് ചെന്നിത്തല, എല്ലാം കൂടുതലും കോൺഗ്രസിലെ നേതാക്കളും ലീഗിലെ നേതാക്കളുമാണ്. ഇവരെങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് പണം കൊടുത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട് 10ാമത്തെ പേജിൽ. ആ ഒരു ഭാഗം മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. എന്തിനാ? ദീസ് പേയ്മെൻറ്റ്സ് വെയർ ബീങ് മെയ്ഡ് ഫോർ ഫങ്ഷണറീസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, മീഡിയ ഹൗസസ്, പോലീസ്, ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ ബിസിനസ്, എസ്പെഷ്യലി വേ ഓഫ് ഫങ്ഷൻ ഒബ്റ്റൈനിങ് ഇൽമനൈറ്റ് വിച്ച് ഈസ് മൈൻഡ് ബൈ PSUs as our raw material. അപ്പം ഈ PSUവിൽ നിന്ന്, ഏത് IREL അടക്കമുള്ള PSUവിൽ നിന്ന് കിട്ടേണ്ട ഇൽമനൈറ്റ് കിട്ടുന്നതിനും ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമായിട്ടാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. ദീസ് ഇൻ ടേൺ ഈസ് ഹാവിംഗ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. ഡ്യൂ ടു ദാറ്റ് വി റിസീവ് ലാർജ് നമ്പർ ഓഫ് ത്രെഡ്സ് ടു ഒബ്സ്ട്രക്ട് അവർ ബിസിനസ് ടു ഹിൻഡർ സ്മൂത്ത് ഫങ്ഷനിങ്. പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഇത് പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കൊടുത്ത പണമാണ്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? കേരളം ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടതല്ലേ? ഇതൊരു 1.72 കോടിയുടെ കഥയാണോ? ഇനിയുമുണ്ട്. ഇൻ ഓർഡർ ടു ഓവർകം ദീസ് ത്രെഡ്സ് ആൻഡ് ടു ഒബ്റ്റെയിൻ കോർപ്പറേഷൻ വി മേക്ക് നമ്പർ ഓഫ് പേയ്മെന്റ്സ് ടു മെമ്പേഴ്സ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്റ്റേറ്റ് പോലീസ്, മീഡിയ ഹൗസസ്. പോലീസിന് കൊടുത്തിട്ടുണ്ട് പണം, രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, മാധ്യമ കൈക്കൂലി 95 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് മേലെ അന്വേഷണമില്ല. അതാണ് അതിന് മേലെ അന്വേഷണമില്ല. ഇത് രേഖകളടക്കം 1.72 കോടി പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു പറഞ്ഞിട്ടാണ്. അത് ഒരു ദിവസം വന്നില്ലല്ലോ. ഓരോ മാസം 5 ലക്ഷം രൂപ വെച്ചിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഒരു കമ്പനി ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളല്ല, ഞാനൊരു കമ്പനി തുടക്കും, നിങ്ങൾക്കെല്ലാം കമ്പനി തുടങ്ങാമല്ലോ. കമ്പനി തുടങ്ങിയാൽ എനിക്ക് ആരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കാമല്ലോ. ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 കാര്യം നോക്കുന്നുള്ളൂ. നിങ്ങളോട് ഞാനൊരു ധാരണ ഉണ്ടാക്കി, വെറുതെ എൻ്റെ മനസ്സിലിരിക്കുന്ന ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് പൈസ പഠിക്കാമല്ലോ. അതിന് സേവനം എന്ന് പറയാ, അതിനാണ് സേവനം എന്ന് പറയാ. അതിന് ഇന്ന ഡോക്യുമെൻ്റ് വേണം, മറ്റേ സെർവർ വേണം, മറ്റേ കമ്പനി വേണമെന്നൊന്നും ആവശ്യമില്ല. ആ സേവനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ കാര്യം അറിയോ? ഞാൻ എന്താണോ സേവനം നടത്തുന്നത്, എൻ്റെ ബുദ്ധിയാകാം, എൻ്റെ കഴിവാകാം, എൻ്റെ സപ്പോർട്ടാവാം, എല്ലാം ഒരു സേവനമാണ്. ആ സേവനത്തിൽ ഇന്ത്യ നിയമപ്രകാരം ഒറ്റ നിയമമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളോട് പണം മേടിക്കുമ്പോൾ GST അടച്ച ബില്ല് തരണം. അത് മാത്രമേ ആവശ്യമുള്ളൂ. വീണ വിജയൻ GST അടച്ച ബില്ല് CMRL കൊടുത്തിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അത് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ മാസം പണം വാങ്ങുമ്പോൾ GST ബില്ല് കൊടുക്കണം. ഒരു മാസത്തെ GST ബില്ല് ആ മാസം കൊടുക്കണം. അല്ലാതെ എല്ലാം കൂടി കൂട്ടി 10ാമത്തെ മാസം കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാ മാസവും കറക്റ്റായിട്ട് വീണ വിജയൻ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അതിൻ്റെ അകത്ത് അഴിമതി കണ്ടെത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ച ആളാരാണെന്നറിയോ? കേരള ഹൈക്കോടതിയാ. അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതിനപ്പുറം നിന്നിട്ടാണ് പറയുന്നത് എന്ത് സേവന കൊടുത്തതെന്ന് പറ. എന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയ ഞാൻ ഈ നിഷ്കളങ്കരോട് പറയുകയാണ്, ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയാം പിണറായി വിജയൻ രാജിവെക്കാൻ അല്ലേ? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വീട്ടിലും പിന്നെന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലും സോണിയാഗാന്ധിയുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയ സമയത്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് ഈ പറഞ്ഞ ന്യായം ഉണ്ടായിരുന്നോ? ഇത് SFI ആണ്. ഇത് അറസ്റ്റ് ഉണ്ടാവില്ല. മറ്റത് വരാൻ പോകുന്ന ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കള്ളപ്പണം വെളുപ്പിക്കലാണ്. എത്ര കോടി? 95 കോടി രൂപയുടെ കള്ളപ്പണമാണ്. അവിടെ ഈ പറഞ്ഞ അറസ്റ്റല്ല, ആ പറഞ്ഞ് മുന്നിൽ പോയി നിന്ന് ന്യായം പറയേണ്ടി വരും. അത് 95 കോടി. അതെന്താണ്? അതിന് രേഖയില്ല. രേഖ എന്താണ്? CMRL പറയുന്നതാണ് രേഖ.
CMR എന്താ പറയാൻ പോകുന്നത്? ഞാൻ OC എന്ന് എഴുതിയത് ഇപ്പോഴത്തെ അല്ല ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് ഓഫീസർ സ്റ്റേറ്റ്മെന്റ്. അല്ല ഞാൻ പറയുന്നത് ആ CMRL എന്താ പറയുക, ഒരു വെള്ള പേപ്പറിൽ എഴുതിയ ഒരു ലെറ്റർ, അതിനകത്ത് ലൂസ് ഷീറ്റിൽ എഴുതിയ ഒരു പേപ്പർ ലെറ്റർ, അതിൻ്റെ അകത്ത് ഞാൻ കുറേ പേരുടെ ചുരുക്കപ്പേര് എഴുതി, OC PV എന്നൊക്കെ. ഇനി CMRL തീരുമാനിക്കും ആരുമായിട്ട് ഇടപാട് നടക്കുന്ന CMRL, ഇലിമിനേറ്റ് കമ്പനി IRലുമായിട്ട് കച്ചവടം നടക്കുന്ന CMRL തീരുമാനിക്കും ആരുടെ പേര് പറയണമെന്ന്. അവർ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ കേസിൽ കുടുക്കാനോ എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.